ചെറുപുഴയുടെ വിനോദസഞ്ചാര സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ വലിയ പദ്ധതിയുമായി ഗ്രാമപഞ്ചായത്ത് രംഗത്ത്. തേജസ്വിനി പുഴയുടെ തീരത്ത് ഗ്രാമപഞ്ചായത്തിന്റെ അധീനതയിലുള്ള 1.5 ഏക്കർ സ്ഥലത്ത് പാർക്കും അനുബന്ധ വിനോദസഞ്ചാര സൗകര്യങ്ങളും ഒരുക്കാനാണ് നീക്കം. പദ്ധതിയുടെ ഭാഗമായി മേജർ ഇറിഗേഷൻ വിഭാഗം എഞ്ചിനീയർമാരുടെ നേതൃത്വത്തിലുള്ള സംഘം പുഴത്തീര മേഖല സന്ദർശിച്ച് സാധ്യതകൾ വിലയിരുത്തി. വികസന സമിതിയിൽ ഉൾപ്പെടെ ഞങ്ങളുടെ ഒരു സ്വപ്നമായിരുന്നു ചെറുപുഴ തേജസ്വിനി പുഴയുടെ ചെക്ക് ഡാം മുതൽ അങ്ങ് കമ്പിപ്പാലം കടന്ന് അപ്പുറം വരെയുള്ള ഭാഗം ടൂറിസത്തിൽപ്പെടുത്തി മനോഹരമാക്കുക എന്നുള്ളത്. ആ സ്വപ്ന പദ്ധതിയുടെ ആരംഭം എന്ന നിലയിൽ ഇന്ന് ഇറിഗേഷൻ വകുപ്പിൽ നിന്ന് എയും കൂട്ടരും എത്തിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ ആദ്യ പ്രാരംഭഘട്ടം എന്ന നിലയിലാണ് ഇന്ന് എത്തിച്ചേർന്നിട്ടുള്ളത്. അപ്പോൾ എന്തുകൊണ്ടും ഞങ്ങൾ വിഭാവനം ചെയ്ത ആ ഒരു പദ്ധതി ഇവിടെ പൂർത്തിയാക്കാൻ സാധിക്കുമെന്നാണ് കരുതുന്നത്. അപ്പം വളരെ മനോഹരമായി തന്നെ ചെറുപുഴയുടെ ഒരു മുഖച്ഛായ മാറ്റുന്ന രീതിയിൽ നല്ല രീതിയിലുള്ള ഒരു പദ്ധതിയുമായി മുന്നോട്ട് പോകുവാനാണ് ഭരണസമിതിയുടെ തീരുമാനം. ചെറുപുഴ ചെക്ക് ഡാം മുതൽ മത്സ്യ മാർക്കറ്റ് വരെയുള്ള പുഴയോര ഭാഗം സംരക്ഷിച്ച് മനോഹരമായ പാർക്ക് നിർമ്മിക്കാനാണ് പദ്ധതി തയ്യാറാക്കുന്നത്. ഇതിനായുള്ള പ്രാഥമിക രൂപരേഖയും പ്ലാനും ഇതിനോടകം തയ്യാറാക്കിയതായി പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. ചെറുപുഴ പഞ്ചായത്തിലെ ടൂറിസം പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മുടെ പഞ്ചായത്തിന്റെ ആസൂത്രണ സമിതിയിലും വികസന സെമിനാറിലെല്ലാം ഉയർന്നു വന്ന നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ പുറയിൽ കാണുന്ന ഈ തേജസ്വിനി പുഴ ചെറുപുഴ പഞ്ചായത്തിന്റെ ഏറ്റവും വലിയ അസറ്റും ഏറ്റവും വലിയ സൗന്ദര്യമുള്ള ഒരു ഭൂപ്രദേശമാണ്. അപ്പം നമ്മുടെ ചെറുപുഴയിൽ ഏറ്റവും മനോഹരമായ രീതിയിൽ ഈ പ്രദേശത്തെ ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തി എങ്ങനെ ഏറ്റവും മികച്ചതാക്കാം, ഏറ്റവും സൗന്ദര്യവൽക്കരിക്കാമെന്നതിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ബന്ധപ്പെട്ട മേജർ ഇറിഗേഷൻ വകുപ്പിന്റെ ഇതിലാണ് പഞ്ചായത്ത് ഭരണസമിതിയിൽ റിക്വസ്റ്റ് കൊടുത്തിരുന്നു. പഞ്ചായത്തിന്റെ ഈ തേജസ്വിനി പുഴയുടെ കര കെട്ടി സംരക്ഷിച്ചുകൊണ്ട് ഒരു ടൂറിസം പദ്ധതിയുടെ ഭാഗമാക്കാൻ വേണ്ടിയുള്ള ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കണമെന്നൊരു ആവശ്യപ്പെട്ടുകൊണ്ട് പഞ്ചായത്ത് ഭരണസമിതിയിൽ റിക്വസ്റ്റ് കൊടുത്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ നിന്ന് PWDയുടെ ഒരു സൗന്ദര്യവൽക്കരണത്തിന്റെ ഒരു ഭാഗമായിട്ട് ഒരു എസ്റ്റിമേറ്റ് കൊടുത്തിരുന്നു. ഏതായാലും ഇന്ന് ആദ്യമായിട്ട് മേജർ ഇറിഗേഷന്റെ എയും അതിന്റെ ഓവർസീറും അടക്കമുള്ള ടീം നമുക്ക് ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ ഇന്ന് ആദ്യഘട്ടത്തിൽ ഇതിന്റെ ഒരു എസ്റ്റിമേറ്റ് എടുത്തുകൊണ്ട് നമ്മുടെ ചെക്ക് ഡാം മുതൽ അങ്ങ് പുതിയ പാലം വരെ അതിന്റെ കരകൾ സംരക്ഷിച്ചുകൊണ്ട് ടൂറിസം പദ്ധതിയുടെ ഭാഗമായിട്ട് അതിന് അനുയോജ്യമായ രീതിയിലൊരു എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ വേണ്ടിയാണ് ഇന്ന് നമ്മൾ എയും ഓവർസീറും അടക്കമുള്ള ടീം ഇവിടെ എത്തിയിരിക്കുന്നത്. നമുക്ക് വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ട്. പഞ്ചായത്ത് പദ്ധതി രേഖയിൽ തന്നെ ഈ ചെറുപുഴ പഞ്ചായത്തിൽ തേജസ്വിനി പുഴ അടക്കമുള്ള ടൂറിസം പ്രദേശങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ആസൂത്രണ സമിതിയിൽ അടക്കം നമ്മളൊരു പഞ്ചവത്സര പദ്ധതിയിലടക്കം നിർദ്ദേശം ഒക്കെ ഉണ്ട്. നമ്മളേതായാലും ഒരു വികസന സെമിനാർ നടത്തിക്കൊണ്ട് ഇതിനെ വിദഗ്ധരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സെമിനാറിൽ വിദഗ്ധമായ ഒരു നിർദ്ദേശം ഒരു പഠന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ചെറുപുഴ പഞ്ചായത്തിൽ ഒരു നല്ല പദ്ധതി കൊണ്ടുവരും. ഈ നാട്ടിലെ ജനങ്ങൾക്ക് സായാഹ്നങ്ങളിലൊക്കെ നമ്മുടെ ചെറുപുഴയുടെ ഏറ്റവും സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റുന്ന പദ്ധതികളാണ് നമ്മൾ പഞ്ചായത്ത് ഭരണസമിതി വിഭാവനം ചെയ്യുന്നത്. അതിന്റെ ഒരു തുടക്കം എന്ന നിലയിലാണ് ഇന്ന് ബന്ധപ്പെട്ട എയും ഓവർസീറും അടക്കമുള്ള മേജർ ഇറിഗേഷൻ വകുപ്പിന്റെ ഉദ്യോഗസ്ഥരോട് എത്തിയിരിക്കുന്നത്. നമ്മുടെ ഈ തേജസ്വിനി പുഴ ടൂറിസം പദ്ധതിക്ക് അനുയോജ്യമായിട്ട് കെട്ടി സംരക്ഷിച്ചുകൊണ്ട് ഒരു പദ്ധതി തയ്യാറാക്കുക, ആദ്യഘട്ടത്തിൽ ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കി പദ്ധതി തയ്യാറാക്കുക എന്നാണ് ഇന്ന് ഉദ്ദേശം. അതിന് രണ്ടാം ഘട്ടത്തിൽ നമ്മുടെ വിദഗ്ധമായ പദ്ധതികൾ വീണ്ടും വരുന്നതാണ് എന്ന് അറിയിക്കുകയാണ്. തേജസ്വിനി പുഴയിലെ കമ്പിപ്പാലം ഭാഗത്തുള്ള റെഗുലേറ്റർ കം ബ്രിഡ്ജിൽ നിന്ന് പാർക്കിന്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ജലലഭ്യത ഉറപ്പാക്കുമെന്നാണ് ഉദ്യോഗസ്ഥ സംഘം കണ്ടെത്തിയത്. പ്രകൃതി ഭംഗി നിലനിർത്തിക്കൊണ്ട് കുടുംബാംഗങ്ങൾക്കും കുട്ടികൾക്കും വിനോദസഞ്ചാരികൾക്കും ഒരുപോലെ ആകർഷകമാകുന്ന രീതിയിലാണ് പദ്ധതി ആസൂത്രണം ചെയ്യുന്നത്. പരിശോധനയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ലൈസമ്മ പനക്കൽ, വൈസ് പ്രസിഡന്റ് സതീശൻ കാർത്തികപ്പള്ളി, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ലളിത ബാബു, KD പ്രവീൺ, ലീന വില്യം, പഞ്ചായത്ത് അംഗങ്ങളായ PJ ജോസ്, പ്രിൻസ് വെള്ളക്കട, TP ചന്ദ്രൻ, മാനുവൽ മാപ്പിളപ്പറമ്പിൽ, ജോളി സണ്ണി, ശ്രുതി രാജേഷ് എന്നിവർ പങ്കെടുത്തു. വേൾഡ് വിഷൻ ചെറുപുഴ മലയോര മേഖലയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം. ലോകോത്തര കമ്പനികളുടെ AC, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, LED TVകൾ, ഹോം തിയേറ്റേഴ്സ്, മിക്സർ ഗ്രൈൻഡേഴ്സ്, OTG ഓവനുകൾ, ഗ്യാസ് സ്റ്റവ്, ഫാൻ, അയൺ ബോക്സസ് തുടങ്ങി എല്ലാവിധ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഗുണമേന്മയോടെ വിശ്വസ്തയോടെ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കൂ വേൾഡ് വിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ. വേൾഡ് വിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ, മലയോരത്തിന്റെ സ്വന്തം